ഏവർക്കും അഡ്ഹോക്ക് ലേണിംഗിലേക്ക് സ്വാഗതം. 10ൽ 10 എന്ന സീരീസിന്റെ 25ാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആദ്യ ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഏത്? ഓപ്ഷൻസ്: കുട്ടനാട്, ചിറ്റൂർ, വെങ്ങാനൂർ. ഇതൊന്നുമല്ല. ശരി ഉത്തരം ഓപ്ഷൻ സി, വെങ്ങാനൂരാണ്. രണ്ടാമത്തെ ചോദ്യം: താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? ഡ്യൂട്ടീരിയം, ട്രിഷ്യം, പ്രോട്ടിയം, ഹീലിയം. ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, പ്രോട്ടിയം. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ്: ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര. ശരി ഉത്തരം ഓപ്ഷൻ എ, ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? ഓപ്ഷൻസ്: ജസ്റ്റിസ് എസ് രാജേന്ദ്ര ബാബു, ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ, ജസ്റ്റിസ് രംഗനാഥ മിശ്ര, ജസ്റ്റിസ് ജെ എസ് വർമ്മ. ശരി ഉത്തരം ഓപ്ഷൻ സി, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? വകുപ്പല്ല, അനുച്ഛേദമാണ്. ഭരണഘടനാ അനുച്ഛേദം ഏത്? ഓപ്ഷൻസ്: അനുച്ഛേദം 9, അനുച്ഛേദം 13, അനുച്ഛേദം 15, അനുച്ഛേദം 19. ശരി ഉത്തരം ഓപ്ഷൻ സി, അനുച്ഛേദം 15. ആറാമത്തെ ചോദ്യം: വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ആരായിരുന്നു? ഓപ്ഷൻസ്: കേണൽ ലീഗർ, ലഫ്റ്റനന്റ് ഗോർഡൻ, തോമസ് ഹാർവേ ബാബർ, ആർതർ വെല്ലസ്ലി. ഓപ്ഷൻ എ, കേണൽ ലീഗർ ആണ് ശരി ഉത്തരം. ഏഴാമത്തെ ചോദ്യം: ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പാണോ, ഒ ഗ്രൂപ്പാണോ, ബി ഗ്രൂപ്പാണോ, എ ഗ്രൂപ്പാണോ? ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഒ ഗ്രൂപ്പ്. എട്ടാമത്തെ ചോദ്യം: കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻസ്: 2, 8, 18, 32. ശരി ഉത്തരം ഓപ്ഷൻ എ, 2 ഇലക്ട്രോണുകളാണ്. ഒൻപതാമത്തെ ചോദ്യം: ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത്? കടുവ സംസ്ഥാനം. ഓപ്ഷൻസ്: മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അസം. നിങ്ങൾക്കറിയാം ഓപ്ഷൻ എ, മധ്യപ്രദേശാണ്. പത്താമത്തെയും അവസാനത്തെയും ചോദ്യമാണ്: ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ ആ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? ഓപ്ഷൻസ്: ലോക്സഭാ സ്പീക്കർക്ക്, കേന്ദ്ര സർക്കാരിന്, രാഷ്ട്രപതിക്ക്, പ്രധാനമന്ത്രിക്ക്. ശരി ഉത്തരം ഓപ്ഷൻ ബി, കേന്ദ്ര സർക്കാരിന് ആണ്. എത്ര ചോദ്യം ശരിയായെന്ന് കമന്റായി രേഖപ്പെടുത്തുക. തെറ്റിയ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ഭാഗവുമായി നാളെ രാത്രി 10:10 കാണാം. താങ്ക്